ഇതിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം, അവന്റെ കൂടെ കുഞ്ഞിലേ മുതൽ കളിച്ചു വളർന്ന കൂട്ടുകാരുണ്ട്, ഇപ്പോഴും അവൻ അതൊക്കെ ഓർക്കുന്നു. പക്ഷെ അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അവന്റെ വിഷമാണെന്ന് തോന്നാ പറയുന്നത്. കുടുംബത്തിൽ നിന്നല്ലേ, പെൺകുട്ടികൾ ഒന്നോ രണ്ടോ പേരുണ്ട്. ഈ ഒരു ക്രിക്കറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെന്നീസ് അല്ലെങ്കിൽ ലേഡീസും ഉണ്ടാവൂലേ, മനസ്സിലായി? മൊത്തത്തിലില്ല, പക്ഷെ എന്നാലും നമ്മളൊരു ഗെയിമായിട്ട് ചെയ്യുമ്പോൾ അത് ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് ഞാൻ ഇപ്പോ ഒരു 6 വർഷം മുന്നേ 2015 ഒരു 2015 കാലഘട്ടത്തില് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ഷട്ടിൽ കളിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് നിന്നും ഒരു 6 വർഷം അല്ലെങ്കിൽ 10 വർഷമല്ലേ, 15 ഇപ്പൊ 25 എത്ര വർഷമായി? 15 10 വർഷം. അതാ 10 വർഷത്തിന് ശേഷം ഈ വ്യക്തികള് കണ്ടാ മൈൻഡ് ചെയ്യില്ല. ഓ ശരി. അന്ന് മോനെ എടാന്നൊക്കെ പറഞ്ഞ് ക്രിക്കറ്റുകൾ കളിക്കുന്ന ഒരു പറഞ്ഞതുണ്ടാവുന്നു. അതൊന്നും ഇപ്പോ ഫെയിമായി മാറിയപ്പോ പലരും അവഗണിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാർ ഇപ്പൊ നമ്മളെ വന്ന് കാണുമ്പോൾ, എന്നെ വന്ന് ഇപ്പോ എന്റെ കൈ കയറി നോക്കി പിടിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്, മനസ്സിലാത്ത ആൾക്കാരെ. പിന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതോ, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ്. കാരണം എനിക്ക് ഇന്റിമസിന്നും കൂടുതൽ താല്പര്യമില്ലാത്ത ആൾക്കാരെ കെട്ടിപ്പിടിക്കുന്ന കിസ്സിങ് ആണെങ്കിലും താല്പര്യമില്ല. പിന്നെ നിർബന്ധിച്ച് നമ്മൾ റീലിന് വേണ്ടിയൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കൈ പിടിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വെറുതെ ഷെയ്ക്കാൻ കൊടുക്കുന്ന പ്രശ്നമില്ല. 10-25 മിനിറ്റ് കൈ വന്ന് ഉളുക്കി പിടിക്കുന്നത് എനിക്ക് ദേഷ്യപ്പെടുന്നു. പക്ഷെ കൺട്രോൾ ചെയ്യും. പിന്നെ ടോക്ക് ചെയ്യുമ്പോഴേ, കാരണം ഇപ്പൊ ചേട്ടൻ തന്നെ ഒരു ഷെയ്ക്കാൻ പിടിക്കുന്നു, ഇപ്പൊ നമ്മളിങ്ങനെ തന്നെ ഒരു 10 നമ്മളെനിക്ക് തന്നെ 3 ഷേക്ക് അത് കഴിഞ്ഞാൽ വിടണം എന്നാ പറയാ. ഷേക്കിന്റെ കൊടുക്കുമ്പോ 3 ഷേക്ക് പ്രോപ്പർ. ചില കുറ്റം പറയാനല്ല, ചില നടിമാരെ നമ്മൾ ഷേക്കിന്റെ കൊടുത്ത് ഞാൻ വിടൂല. കുറ്റം അത് അലിന് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം കൂടുതലായിട്ട്, അല്ലേ? ഇല്ലെങ്കിൽ ഒരാളെ എത്ര നേരം പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അലിനോട് ക്രഷ് ഉള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെ? അങ്ങനെ ആവാലോ. അവനൊന്നും വൈറലാവുന്നില്ല, പക്ഷെ ഒരു സാധനം കൈ കൊടുത്തില്ല എന്ന് പറഞ്ഞ് വൈറലായി. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വൈറലാവുന്നില്ല. നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മള് ഒരാളുടെ കൂടെ ഇന്ന പെൺകുട്ടി ഇങ്ങനെ കാണണമെന്ന് പറയാൻ പറ്റില്ല, സംഭവിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ പ്രൈവറ്റ് ബസ് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോ സീറ്റ് ഇരിക്കുമ്പോ പുരുഷന്മാരോട് അതിരിക്കുന്നത്, പിന്നെ നമ്മള് ചില ലേഡീസ് വരുമ്പോ ഇരിക്കില്ല പറയാൻ പറ്റില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു വല്യപ്പൻ ഇരുന്നപ്പോ എന്റെ കൂടെ ഇരുന്നപ്പോ ചേട്ടൻ മാറും, എനിക്ക് പെരൊപ്പം ഇരിക്കണം പറഞ്ഞു. ഫാൻസ് അസോസിയേഷൻ ഇപ്പൊ നമുക്ക് തുടങ്ങാൻ, അതെ എനിക്ക് തോന്നുന്നു പെരേര ഫാൻസ് അസോസിയേഷൻ ലോഞ്ച് ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്ന് തോന്നിയിരിക്കുന്നു, അല്ലേ? AJP ഫാൻസ് അസോസിയേഷൻ അല്ലേ? ഇന്നലെ എനിക്ക് തൃപ്രയാറായിരുന്നു ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് നൈറ്റ് കുറെ വൈകി. അപ്പൊ ബസ് കാത്ത് കുറെ നേരം നിക്കണം. അവിടെ നമുക്ക് എറണാകുളത്തോട്ട് ഇടയ്ക്ക് എന്തൊക്കെ ഉള്ളു ബസ്. അങ്ങനെ ഇരുന്നപ്പോ 2 ചെറിയ പിള്ള കൊച്ചുങ്ങൾ, എനിക്ക് +2 ഒക്കെ ആയിരിക്കും. അപ്പൊ അവരിങ്ങനെ ഞാൻ വന്നപ്പോ പോലും നോക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് വന്ന് ചോദിക്കാൻ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് വേറൊരു ചേട്ടന്റെ കയ്യിൽ ഇതിനകത്ത് പെരേരയുടെ കൂടെ കല്യാണ വീഡിയോ ചെയ്ത ചേച്ചിയല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞാണ്. അപ്പൊ ആ കൊച്ചുങ്ങൾ വന്നു. ഈ പുള്ളിക്കാരൻ ചെന്നിട്ട് പറഞ്ഞു ആണ്. അവർക്ക് ചോദിക്കാൻ ഒരു പേടി. എന്നിട്ട് പറഞ്ഞ് പെരേര ഒന്ന് വിളിച്ചു തരുമോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പെരേര ഇപ്പൊ പറഞ്ഞത് ചെറിയ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. പക്ഷെ അത് തെറ്റാണ്. ആ ചെക്കന്മാര് ഓടി വന്നിട്ട് എന്നോട് അത്രയും മറ്റേ സൈഡിൽ കുറെ ഫാൻസ് ഇല്ലേ, നമ്മളെ മലപ്പുറം, കോഴിക്കോട് ആ സൈഡിലില്ലേ നമ്മള്, അല്ലെ? അത്യാവശ്യം കോഴിക്കോട്, വയനാട് വരെ. ഇപ്പൊ ചില ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോ പേടിയുണ്ട്. ചില പേടി എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത് മറ്റേ ലേഡീസ് ബോയ്സ് എന്ന് പറഞ്ഞ വ്യത്യാസം ചിലയിടത്തുകളുണ്ട്, മനസ്സിലായോ? പക്ഷെ ചില കല്യാണങ്ങളിൽ ഞാൻ കാണാറുണ്ട്. ഇപ്പൊ എന്റെ അടുത്തേക്ക് വരാൻ പേടിക്കുന്നു. പിന്നെ ചില ആൾക്കാരെ കെട്ടിയമായി പിടിച്ചുകൊണ്ട് എന്റെ അടുത്ത് നിർത്തുന്നു. അതൊക്കെ കാരണം നിർബന്ധിച്ച് ഞാൻ നിർത്തണം. കാരണം ഇപ്പൊ ചിലയിടത്തേക്ക് പോകുമ്പോ ഇല്ലേ, ഒരുപാട് കല്യാണങ്ങളിൽ പോയ അനുഭവം ഉണ്ടാ. ചിലയിടങ്ങളിൽ പോകുമ്പോ പെണ്ണുങ്ങൾ വന്ന് എന്നോട് മുട്ടി നിൽക്കുക. ദേഷ്യം, ശരിക്കും എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ല, താല്പര്യമില്ലാത്ത ഒരു സ്ത്രീ ഒരു 5 സെക്കൻഡിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ഇഷ്ടമുള്ള ആൾക്കാർ കുഴപ്പമില്ല. മറ്റേ നമുക്കൊരു ഫ്രണ്ട്ലി അപ്രോച്ച് ഉണ്ടെങ്കിൽ അപരിചിതരായ വ്യക്തികൾ നമ്മൾ ഒരുപാട് ഇന്റിമസി കാണിക്കുമ്പോൾ ഇഷ്ടമല്ല, അല്ലേ? പ്രൈവസി എന്ന് പറഞ്ഞ സംഭവം മുട്ടി നിൽക്കുന്ന പരിപാടികളൊക്കെ ഒരുപാട് ഇപ്പൊ കല്യാണ വീടുകളിൽ നടക്കുന്നുണ്ട്. എന്നോട് ഫോട്ടോ ചേട്ടൻ പോയി കാണിച്ചു തരും. ഇപ്പൊ ചേട്ടനായിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നു. ഇങ്ങനെ നിൽക്കുന്നത് സുലക്ഷ്മി പറഞ്ഞു, ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെയല്ലേ? അങ്ങനെ ഒരു പ്രവണത ശരിയല്ല. കാരണം നമ്മളൊരു ഇപ്പൊ നിങ്ങള് ലാലേട്ടനെ മമ്മൂട്ടി അടുത്തോ പോയിട്ട് അങ്ങനെ നിൽക്കും.
എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. ബഹുമാനം കൊടുക്കണം എന്നായിരിക്കും ഉദ്ദേശിച്ചതല്ലേ. സീരിയസ് മൂവി ഉള്ളതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലായിട്ടും വിചാരിക്കുന്നു. ഇപ്പൊ അടുത്തതായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഈ അഖിൽമാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. താങ്കൾക്കും വേറെ വ്യക്തിക്കെതിരെ ഒരു കമന്റ് അദ്ദേഹം പറഞ്ഞു, താങ്കളെ കണ്ടിട്ടാണോ ജനങ്ങള് പഠിക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടു. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായം പ്രേക്ഷകരോട് പറയാനുണ്ടോ, അഖിൽമാരെ മറുപടി പറയാനുണ്ടോ? എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. കാരണം ഇയാളെ കണ്ടിട്ട് പഠിക്കരുത് ആരും, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയൊരു കുഴപ്പമില്ലായിരുന്നില്ല. പിന്നെ എന്റെ പേര് പറയാണ്ട് എന്റെ ഫോട്ടോ ഉപയോഗിച്ച് പല ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ചില ഓൺലൈൻ മാധ്യമങ്ങൾ എന്റെ കണ്ണ് മറച്ചിട്ട് ഇടുന്നുണ്ട്, ചില മാധ്യമങ്ങള് ഫോളോ ഇടുന്നുണ്ട്. പേര് പറഞ്ഞിരുന്നു? ആദ്യം പറഞ്ഞിരുന്നു. രണ്ടാമത് ഇങ്ങനെ കോമാളി ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞു. കാരണം ഇപ്പൊ കിംബോയി ഇപ്പൊ അയക്കൂലല്ലോ, അതുകൊണ്ട് നമ്മള് ആ ഒരു ട്രാക്കിൽ കളിയാക്കുന്നത് തന്നെയാണല്ലോ. മനസ്സിലായി. അപ്പൊ നമ്മളെ തന്നെയാണ് പോസിറ്റീവ് മനസ്സിലാക്കാം. അപ്പോ അതിന് നമ്മളിപ്പോ സീരിയലിൽ അഭിനയിക്കുമ്പോ മ്യൂസിക് വർക്ക് ചെയ്തല്ലോ, അപ്പൊ അതിനെപ്പറ്റി വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഭാഗമാക്കുന്നു. എന്തിന്? ഇപ്പൊ അഖിലേട്ടാ നമ്മൾ ചോദിച്ചിരിക്കട്ടെ. അപ്പൊ അഖിലേട്ടനെ കണ്ടപ്പോൾ ആസാം ഹ്യൂമന്റെയും മീഡിയ അറ്റൻഷൻ അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയതല്ല, അത് കവർ ചെയ്യുമ്പോൾ ഇടുകൊണ്ടിരിക്കും. അങ്ങനെ ആദ്യം പുള്ളിയെ കിട്ടി ഹഗ് ചെയ്തിരുന്നു ഞാൻ പുള്ളിയെ. പുള്ളിയെ റെസ്പെക്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഹഗ് ചെയ്തു. അത് ക്യാമറ വരാൻ വേണ്ടി ചെയ്തതല്ല. എന്നുവെച്ചാൽ ഒരു ജാലകത്തെ കവർ ചെയ്ത് അത് കാണാൻ കൂടിയില്ല. അപ്പൊ അതൊന്നും അല്ല കാര്യം. പക്ഷെ പുള്ളി തന്നെ തുറന്നു പറഞ്ഞു, പുള്ളി വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. അത് ശരിയാണ്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം പുള്ളിക്കാരനും ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു, അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്നെ പറ്റി മോശമായിട്ട് പറയാനായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും നടൻ തയ്യാറാകുമോ? മനസ്സിലായി. അഖിൽമാരെ പോലത്തെ വ്യക്തി എന്റെ പേര് പറയാണ്ട് തന്നെ ഒരു ചാനൽ പറഞ്ഞു. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ എന്നെ പറ്റി സംഭവം പറഞ്ഞിരിക്കുന്നു. അപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞ മമ്മൂക്കയോ ലാലേട്ടനോ പ്രതികരിക്കട്ടെ, അപ്പൊ ഞാൻ ഉത്തരം കൊടുക്കാം ഇതിനൊക്കെ. മനസ്സിലായി. ഇന്ത്യൻ സിനിമയിലെ മഹാനടന്മാരായിട്ടുള്ള മമ്മൂക്കയോ ലാലേട്ടനും എന്നെ അലിൻ ജോസ് പെരേരയെ പറ്റിയോ സന്തോഷ് വർക്കിയെ പറ്റിയോ നമ്മൾ സാധാരണ പോലെ ജീവിച്ചു പോകുന്നു. ഈ ലാലേട്ടന്റെയോ മമ്മൂക്കയുടെയോ റെസ്പെക്റ്റീവിലേക്ക് ഞമ്മൾ പോകുന്നില്ല. കാരണം ലാലേട്ടനായിട്ട് ഫേസ് ടു ഫേസ് വേണമെങ്കിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. എനിക്ക് സന്തോഷ് വർക്കി പറ്റില്ല, കാരണം പുള്ളിക്ക് തടയും. എനിക്ക് സിനിമയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ലാലേട്ടൻ പങ്കെടുക്കുന്ന പല വേദികളിലും വേണമെങ്കിൽ ഇടിച്ചു കയറാം. ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ലേ? പറ്റും. അപ്പൊ ഞാൻ എൺപതാണ്ട് തിയേറ്റർ ബിസിനസ് വന്നപ്പോൾ വേണമെങ്കിൽ ബോൺസാമാരുടെ ഇടയിൽ കയറാറുന്നു. പക്ഷെ ഞാനത് യൂട്ടിലൈസ് ചെയ്തില്ല. എനിക്ക് താല്പര്യമില്ല. എനിക്ക് നടന്മാരൊന്നും വലിയ ആൾക്കാരൊന്നും അല്ല. എനിക്ക് മനുഷ്യന്മാരെ പോലെ കാണുന്നുള്ളൂ. വലിയ വലിയ ആൾക്കാര് അവരെ ഫാൻസ് ആയിട്ട് കാണുന്നു. പക്ഷെ ഇല്ല, ഫാൻ ബോയ് ഉണ്ട്. പക്ഷെ വലിയൊരു ആർത്തിയോ പ്രവേശമോ ഒന്നും ഇല്ല. പക്ഷെ ഇവരൊന്നും പറയുന്നില്ലല്ലോ. ഇപ്പൊ മെയിനായിട്ട് അമ്മ ജനറൽ ബോഡിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റുകളെ പറ്റി സന്തോഷ് വർക്കിനെ പറ്റി ഈ കോമാളി ഇമേജ് ഒന്നും പറയാറില്ലല്ലോ. ടീം ചേട്ടൻ തന്നെ എന്നെ പറ്റി പറഞ്ഞത് അവരുടെ കാണാറുണ്ട്, വേറെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞാനും പറയുന്നത് അയക്കാറുണ്ട്. അല്ലാണ്ട് ചാൻസ് ചോദിക്കാറൊന്നുമില്ല. കാരണം എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം, ജനറൽ ചാൻസ് വരും, ചോദിക്കാറൊന്നുമില്ല. പക്ഷെ ഒരു ബ്രദർലി ഇതുണ്ട്. കാരണം ടിൻകം ചേട്ടന്റെ ഒക്കെ പടത്തിന്റെ ഒക്കെ ടിക്കറ്റ് പുള്ളി പറയാറില്ലെന്ന് പറയാറില്ല. കാരണം ഈ അടുത്തിറങ്ങിയ കൊച്ചേട്ടൻ ഒരു പറയില്ലേ കുഞ്ഞോട്ടൻ, 916 കുഞ്ഞോട്ടൻ, എന്റെ ടിക്കറ്റ് പുള്ളി കണ്ടിരുന്നു. കാരണം എനിക്ക് ആ പടം ഇഷ്ടമാകുന്നതുകൊണ്ട് ടിക്കറ്റ് അയച്ചിരുന്നു ചോദിച്ചു. എന്റെ പൈസ അതൊന്നും അല്ലാതാലും പുള്ളി വരുമെന്ന് തന്നു. പുള്ളി ഒരു വർക്ക് ചെയ്ത ആർട്ടിസ്റ്റ് വഴി തന്നു എനിക്ക് ടിക്കറ്റ്. അതുകൊണ്ടൊരു ആർട്ടിസ്റ്റായിട്ടുള്ള ഒരു കോണ്ടാക്ട്സ് ഉണ്ട്. പക്ഷെ നമ്മളതിനെ എന്താ പറയാ മോശമായിട്ട് ചെയ്തിട്ടില്ല. അഖിൽമാരോട് ചോദിക്കാനുള്ളത്, അഖിൽമാരോട് എത്ര പടങ്ങൾ ചെയ്തു? പറഞ്ഞ ഈ തത്വിക അപലവനം എന്ന പടമാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പൊ വരാൻ പോകുന്ന മുല്ലൻകുലി എന്ന് പറഞ്ഞ പടം, നായകനായിട്ട് അഭിനയിക്കുന്ന പടം. 2 പടങ്ങളാണല്ലോ ഇവിടെ കരിയറിലുള്ളത്. മനസ്സിലായി. കണ്ടിന്യൂസ് മലയാളം ഇൻഡസ്ട്രിയിൽ 30-40 വർഷം എക്സ്പീരിയൻസ് ഉള്ള ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപേട്ടൻ, രാജുവേട്ടൻ, ജയസൂര്യ, ചാക്കോച്ചൻ, ഈ 6 പേര് എന്നെ പറ്റി പറയട്ടെ, ഒരു വീഡിയോ ബൈറ്റ് കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ പ്രതികരിക്കാം ഈ പറയുന്ന കാര്യങ്ങൾക്ക്. ഈ അഖിൽമാരാർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് പൊട്ടിത്തെറിക്കാൻ അറിയാമുള്ളതൊന്നുമല്ല. വേണ്ട, എന്തിനാ വെറുതെ കോൺട്രവേഴ്സി എല്ലാത്തിനും.